മീറ്റിംഗ് തുടങ്ങുന്നത് തന്നെ കൈലാസും മഞ്ജുവും സംസാരിക്കുകയാണ് ഇഷിതയുടെ കാര്യം. അപ്പോൾ കൈലാസ് പറയുന്നുണ്ട് ഇഷിത ഗർഭിണിയാകാൻ ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു. മഞ്ജു പറയുന്ന അല്ല, ഇഷിത ഗർഭിണി തന്നെയാണെന്ന് പറയുന്നു, കൺഫേം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഡോക്ടറെ വിളിച്ച് കൺഫേം ചെയ്യാന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടർ വന്ന് ഇഷിതയെ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഡോക്ടർ പറയുന്നു തലകറങ്ങി വീണത് ഇഷിത എന്തായാലും പ്രഗ്നന്റ് തന്നെയാണെന്ന് പറയുന്നു. ഒരു ടെസ്റ്റ് നടത്താതെയാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാവുന്നു. മഹേഷും ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അവരുടെ ഇടയിൽ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അവർ ഇന്നുവരെ ഒന്നിച്ച് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അവർക്ക് നന്നായിട്ട് അറിയാം ഇഷിത ഗർഭിണിയല്ലാന്ന്. പിന്നെന്താ ഡോക്ടർ ഇങ്ങനെ പറയുന്നത്, ആര് പറഞ്ഞിട്ടാ എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇതെല്ലാം കേട്ട് സ്വപ്നമില്ല ആകെ അങ്ങ് ഭയങ്കര സന്തോഷത്തിലാവുകയാണ്. അങ്ങനെ സ്വപ്നവല്ലി ഓടിച്ചെന്ന് അപ്പുറത്ത് പ്രിയാമണിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയുകയാണ്, നിങ്ങളുടെ മകള് ഗർഭിണിയാണ്, മധുരമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ പ്രിയാമണിയെ അത് കേട്ട ഉടനെ തന്നെ എല്ലാവരെയും വിളിക്കുകയാണ്, നാട്ടിലെ എല്ലാവരെയും വിളിച്ച് തന്റെ മകൾ ഗർഭിണിയാണെന്ന കാര്യം പറയുന്നു. പിന്നെ മകൾക്ക് വേണ്ടി എന്തൊക്കെ കൊടുക്കണം എന്നുള്ള ചിന്തയിലായി. അങ്ങനെ മഹേഷും ഇഷിതയും റൂമിൽ ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈലാസ് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. മഹേഷ് പറയുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു, അപ്പൊ ഇഷിതയും പറയുന്നത് ഇത് നമുക്ക് പറയണ്ടേ. അപ്പം മഹേഷ് പറയുന്നത് ഇത് പറഞ്ഞാൽ നമ്മുടെ എഗ്രിമെന്റിൽ ഇത് അവരറിയില്ലേ എന്ന് പറയുന്നു. ഞാൻ പറയില്ല എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയണം. അപ്പൊ മഹേഷ് പറയുന്നത് ഇപ്പൊ കണ്ടോ, മധുരപലഹാരങ്ങളായി വരും, എല്ലാം തിന്ന് തീർത്തോ, നല്ല ഇപ്പൊ കിട്ടിയ അവസരമാണെന്നൊക്കെ പറയുന്നു. അപ്പൊ കൈലാസ് വിചാരിക്കുന്നത് എന്താ സംഭവം, പിന്നെ അവിഹിതമാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പം ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കൈലാസ് പുറത്ത് നിന്ന് കേൾക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് സ്വപ്നവല്ലി ലഡുവും മധുരവും ഒക്കെ ആയിട്ട് വരികയാണ്. ഇഷിതയെ തീറ്റിപ്പി. അപ്പൊ ഇഷിത പറയുന്നത് വേണ്ട വേണ്ട എന്ന് പറയുന്നു. അപ്പൊ പുളിയായിരിക്കും അല്ലേ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ സ്വപ്നവല്ലി പറയുന്നത് ഞാൻ ഗർഭിണിയും മഹേഷിനെ ആയിരിക്കുമ്പോൾ എനിക്ക് മാങ്ങയായിരുന്നു, അതും തഞ്ചാവൂരിലെ മാങ്ങ, അങ്ങനെ രാമൻ പോയി മാങ്ങയൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ ഇഷിത ഉടനെ പറയുന്നു, ഓ അവിടുത്തെ മാങ്ങ കഴിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെ മാങ്ങാണ്ടി പോലെ ഇരിക്കുന്നതെന്ന് പറയുന്നു. അപ്പം മഹേഷ് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കഥകൾ പറയുന്നു. ഇതെങ്ങനെ അവരുടെ അടുത്ത് പറയണ്ടേ, കുറച്ചുനാൾ കഴിയുമ്പോൾ അറിയില്ലേ താൻ ഗർഭിണിയല്ല എന്നൊക്കെ പറയുന്നു. നമുക്ക് കൺഫേം ചെയ്യാതെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം വീണ്ടും സ്വപ്നവല്ലി പ്രിയാമണി ആണെങ്കിൽ അവിടെ മാങ്ങ കൊണ്ടുവന്ന് അതൊക്കെ മാങ്ങ മുറിച്ചിടുകയാണ്. മകൾക്ക് ഉപ്പിലിട്ട മാങ്ങ കൊടുക്കാം എന്നുള്ള ധാരണയിൽ അതൊക്കെ മുറിക്കുകയാണ്. അപ്പൊ എല്ലാവരും വിളിച്ച് പറഞ്ഞോ എന്നൊക്കെ പ്രഭുദേവ് ചോദിക്കുന്നു. അപ്പൊ പറയുന്നു എല്ലാവരും വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഹാപ്പിയിലാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രചനയാണ്. രചനയെ മൃണാളിനെ വിളിച്ച് ഇഷിത ഗർഭിണിയാണെന്നുള്ള കാര്യം പറയുന്നു. അപ്പം രചന ആകെ ഞെട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് ആകാശ് അകത്തേക്ക് വരുന്നത്. ആകാശ് ചോദിക്കുന്നത് എന്താണ്. അപ്പൊ ആകാശിൻ്റെ അടുത്ത് കാര്യം പറയുന്നത്. അപ്പൊ ആകാശ് പറയുന്നു അതിന് നീ എന്തിനാ ടെൻഷൻ ആകുന്നത്, അത് നല്ല കാര്യമല്ലേ, കാരണം അവൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ചിപ്പിയെ ഇങ്ങോട്ട് കൊണ്ടുവരാം, പിന്നീട് ചിപ്പിയിലേക്കുള്ള ശ്രദ്ധ കുറയും എന്ന് പറയുന്നു. അപ്പൊ രചനയ്ക്ക് അത് മനസ്സിലാകുന്നു, ഓ ശരിയാണല്ലോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് വീണ്ടും മഹേഷിനെ ഇഷിതയും തന്നെ കാണിക്കുകയാണ്. അവരെന്ത് ചെയ്യണമെന്നിങ്ങനെ അറിയാതിരിക്കുകയാണ്. പിന്നെ നാളത്തെ എപ്പിസോഡാണ് വീണ്ടും കാണിക്കുന്നത്. ഇഷിതയുടെ അമ്മ വരുന്നു, മധുരപലഹാരങ്ങൾ തരുന്നു. പിന്നെ വീണ്ടും ഡോക്ടർ വരുന്നു. ഡോക്ടർ വന്ന് ഇഷിതയെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രഗ്നന്റ് അല്ല എന്ന് മനസ്സിലാവുന്നു. അപ്പൊ